ഹലോ, ഇന്ന് എല്ലാവർക്കും പരിചിതമായ ഒരു പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെങ്കിലും പലരും പല വിധത്തിലാണല്ലോ പച്ചടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്മച്ചി എങ്ങനെയാണ് പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പൈനാപ്പിളിൻ്റെ പകുതി ഭാഗം എടുത്ത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ കുരുകുരാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണേ. ചെറിയ ഉള്ളി ഒരു 5-6 എടുത്തിട്ടുണ്ട്. സവോള വേണമെങ്കിലും ചേർക്കാം, പക്ഷേ ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ് എന്നാണ് പറയുന്നത്. 1 കപ്പ് തേങ്ങായും ഒരു ചെറിയ ഇഞ്ചിയുടെ പീസ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 5-6 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം കടുക് കാണിച്ചത് ഒരു ടീസ്പൂൺ കടുക് ചതച്ച് നമ്മൾ തേങ്ങ അരച്ചിട്ട് അതിന് മുകളിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് ചൂടായി വന്നപ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ. നമ്മൾ ഈ നോയമ്പിൻ്റെ സമയത്തൊക്കെ വായിക്ക് രുചിയുള്ളൊരു കറി കഴിക്കാൻ വേണ്ടിയാണല്ലോ ഈ പച്ചടിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു 5-6 പച്ചമുളക് ഇട്ടതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും പിന്നെ ചതച്ച് വെച്ചിരുന്ന കടുവും കൂടി അതിൻ്റെ കൂടി ഇട്ടൊന്ന് അരപ്പൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു കുറച്ച് സമയം ഈ അരപ്പൊന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ മിക്സി കഴുകിയ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും, നല്ലപോലെ തിളയ്ക്കണ്ട, ഒരു മുകളിലൊന്ന് കുമള വന്ന് പൊട്ടുന്ന ആ ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു സമയം വരെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് മുകളിൽ കുമള വന്ന് പൊട്ടുന്ന സമയത്തിന് നമുക്ക് ആ പൈനാപ്പിൾ നമ്മൾ അതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഏതെങ്കിലും റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടാൽ മതിയേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പച്ചടിയൊക്കെ വെക്കാൻ അറിയത്തില്ലെങ്കിൽ ഈ ഒരു റെസിപ്പി നോക്കി ഉണ്ടാക്കാമല്ലോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര്, പുളിയില്ലാത്ത തൈരാണ്, അതും കൂടെ ചേർത്തൊന്ന് നമ്മൾ ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫാക്കിയ ശേഷമാണ് കേട്ടോ തൈര് ഇട്ടത്. പിന്നെ നമ്മൾ ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കുന്നുണ്ട്. അതും നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കൂടി ഇട്ട് ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഉണങ്ങിയ കരിവേപ്പിലയാണ്. നിങ്ങൾ നല്ല പച്ച കരിവേപ്പില ചേർക്കുവാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം കരിവേപ്പിലയൊക്കെ മേടിക്കണമെങ്കിൽ മലയാളിക്കടയിലൊക്കെ പോകണം. അപ്പോൾ അതാണ് ഈ ഉണക്ക കരിവേപ്പില ചേർക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.